ബിഗ് ബോസ് മൊത്തം ഉഡായിപ്പാണോ തട്ടിപ്പാണോ? എല്ലാവരും പറയുന്നത് നമ്മുടെ നെഗറ്റീവ് മാത്രമാണ് ഇവരെടുത്ത് കാണിക്കുന്നത്. എല്ലാം എഡിറ്റ് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. അത് ശരിയാണോ? മേക്കേഴ്സ് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കളിക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റഡ് ആണോ ബിഗ് ബോസ്? ഇതിന്റെ വോട്ടിംഗ് ലൈൻസ് മൊത്തവും കള്ളമാണോ? വൈൽഡ് കാർഡ്സിന്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞു വിട്ടിട്ടാണോ അകത്ത് കയറ്റി വിടുന്നത്? ഇതിന്റെ 24/7 നടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത് സ്ക്രിപ്റ്റഡ് ആവുന്നത്? സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓരോരുത്തരുടെ ഇന്റർവ്യൂസിലെല്ലാം ഇതാണുള്ളത്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, എഡിറ്റഡ് ആണ്, ഇതിനകത്ത് മൊത്തം കള്ളത്തരമാണ്, നമ്മുടെ നെഗറ്റീവ് മാത്രമാണ് പോർട്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിഗ് ബോസിന്റെ റിവ്യൂവർ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ പറയുവാണ്, വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസും നോക്കിയായിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓഫായിരുന്നു, കുറച്ച് വീട്ടിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നാലും ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. എടാ, ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. എല്ലാ ഷോയും സ്ക്രിപ്റ്റ് ഉണ്ട്, എല്ലാ ഷോയ്ക്കും സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് അല്ല, ഒരു ഔട്ട്ലൈൻ ആണുള്ളത്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുണ്ട്. ഇതിങ്ങനെ പോകണം, ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയിരിക്കണം ആളുകൾ കരുതേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം ആളുകൾ ചിന്തിക്കേണ്ടത് എന്നതിനൊരു സംഭവമുണ്ട്. പക്ഷെ എങ്ങനെ ആളുകളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാം എന്നുള്ളതിനാണ് ഇവരുടെ കഥയിൽ ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. മീൻസ് നമുക്കറിയാം, ഏത് ബിഗ് ബോസ് സീസൺ എടുത്തു കഴിഞ്ഞാലും പ്രായമായിട്ടുള്ള 1-2 ആൾക്കാർ, അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, പിന്നെ അതിനകത്ത് ജിമ്മന്, പിന്നെ പ്രേമിക്കാൻ കണക്കായിട്ടുള്ള 2 യൂത്ത്, കല്യാണം കഴിക്കാത്ത 2 യൂത്ത് അതിനകത്ത് കാണും. അപ്പോൾ അങ്ങനെ ഓരോ ബിഗ് ബോസിനകത്ത് ഓരോരോ കഥാപാത്രങ്ങളുണ്ടല്ലോ. 18 പേരുണ്ടെങ്കിൽ 18 യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് അതിനകത്ത് എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർ പ്രേമിക്കാൻ തരത്തിലുള്ള സാഹചര്യം, അല്ലെങ്കിൽ വഴക്ക് കൂടാൻ കണക്കിനുള്ള സാഹചര്യം, അപ്പോൾ ആ രീതിയിലുള്ള സാഹചര്യം ഇവരെന്ത് ചെയ്യും, ഒരുക്കി കൊടുക്കും. മീൻസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകൾ കൊടുക്കും. ടാസ്ക് ബിഗ് ബോസ് ടീം തന്നെ പലപ്പോഴും ഇന്ന ആൾക്കാർ ഒരു ടീം, ഇന്ന ആൾക്കാർ മറ്റൊരു ടീം, ഇവർ വേറൊരു ടീം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. ഇതല്ലാതെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പ്ലാനുള്ള നിങ്ങൾ തന്നെ വേണമെങ്കിൽ തിരിഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ എന്തെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷോയുടെ ഔട്ട്ലൈൻ ആണ്. ഇത് ഒരിക്കലും സ്ക്രിപ്റ്റ് അല്ല. സ്ക്രിപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്. അവരൊരു വര വരച്ചിട്ടുണ്ട്. ആ വരയിൽ നിന്നും ഇങ്ങനെയും പോകത്തില്ല, ഇങ്ങനെയും പോകത്തില്ല. പക്ഷെ ആ വരയുമായിട്ട് ഏതാണ്ട് ഒട്ടി ഒരുമി തന്നെയാണ് ബിഗ് ബോസ് പോകുന്നത്. അതുകൊണ്ട് സ്ക്രിപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഷോയ്ക്കും സ്ക്രിപ്റ്റ് ഉണ്ട്, ബിഗ് ബോസിനും അതിൻ്റെതായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ ഔട്ട്ലൈൻ ആണ് ഈ ഷോയ്ക്ക് സ്ക്രിപ്റ്റിനേക്കാൾ കൂടുതൽ മാച്ച് ചെയ്യുന്ന ബോർഡെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ആഴ്ചയിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എന്ത് ചെയ്യുക, ജയിലിലടക്കുക. ഈ ആഴ്ചയിലെ ഈ വീട്ടിലെ പ്രശ്നമുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുക. നോമിനേഷൻ വരുമ്പോൾ ഈ വീട്ടിൽ ചേരാത്ത ആളുമായിട്ട് ഓരോ ആഴ്ചയും ഓരോരോ കാരണങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും ശ്രദ്ധിച്ചു നോക്കുക. നോമിനേഷൻ വരുമ്പോഴും ക്യാപ്റ്റൻസി വരുമ്പോഴും ജയിൽ നോമിനേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഓരോ വീക്കും ഓരോ കാരണമാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ, പ്രകടനം കാഴ്ച വെക്കാത്തവരെ, ഈ വീടിന് യോജിക്കാത്തവരെ, ഇവിടെ ആക്റ്റീവായി നിൽക്കാത്തവരെ, അങ്ങനെ ഓരോരോ കാരണങ്ങളാണ് പറയുന്നത്. സത്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ബിഗ് ബോസ് 24/7 കാണിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് അത് എഡിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24/7 എഡിറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? കാരണം ആ വീട്ടിൽ നടക്കുന്ന കാഴ്ച, ഈ 16 അല്ലെങ്കിൽ 18 പേരും എല്ലാ സമയവും ഒരേ ക്യാമറയുടെ മുമ്പിലല്ല നിൽക്കുന്നത്. ഒരേ സമയം തന്നെ 4 പേര് ഇവിടെ, 3 പേര് അവിടെ, 5 പേര് അവിടെ, അങ്ങനെ മാറി മാറിയാണ് നിൽക്കുന്നത്. നമ്മൾ ലൈവ് കാണുമ്പോഴാണെങ്കിൽ പോലും ഒരു ക്യാമറയിൽ നടക്കുന്ന സംഭവമാണ് നമ്മൾ ലൈവിൽ കാണുന്നത്. തന്നെയല്ലോ, നമ്മൾ ഒരു ക്യാമറയിൽ നടക്കുന്ന മാത്രമേ ലൈവിൽ കാണുന്നുള്ളൂ. ബാക്കി ഇപ്പം നമ്മൾ സീസൺ 6 കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ജാസ്മിൻ, ഗബ്രി ഇവരൊരിടത്തിരിക്കുകയാണ്. ക്യാമറ ഇത് തന്നെയല്ലേ നമ്മൾ ലൈവിൽ കണ്ടുപിടിക്കുന്നത്. വേറെ എന്തെങ്കിലും കാണിക്കുമോ? ഒന്നും കാണിക്കത്തില്ല. ചിലപ്പോൾ അടുക്കളയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ നടക്കുമായിരിക്കും. അതൊന്നും കാണിക്കത്തില്ല. അപ്പം നമ്മളിത് കണ്ടുപിടിക്കെങ്കിലും ഈ ഷോ എന്താ എഡിറ്റഡ് ആണ്. 24/7 ആണെങ്കിലും ഈ സംഭവം എഡിറ്റഡ് ആണ്. മാത്രമല്ല ഇത് മൾട്ടി ക്യാമറ അല്ല. മൾട്ടി ക്യാമറ മീൻസ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ 1-2 സീസൺസിൽ 15 16 ഒക്കെ മൾട്ടി ക്യാമറ വന്നപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് കാണാമായിരുന്നു കേട്ടോ. അതായത് ഇവിടെ കിച്ചൺ, ലിവിംഗ് റൂം, പിന്നെ ഗാർഡൻ ഏരിയ, വാഷ്റൂം, ഇങ്ങനെ 4 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അതുപോലെ കാണാം. CCTV പോലെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അത് വേണമെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാം. ഇത് മൊത്തം ഇവിടെ നടക്കുന്നു, ലൈവ് ടെലികാസ്റ്റ് അതെല്ലാം നടക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത്, ഇപ്പൊ ഇന്ന് മണി 8 ആയെങ്കിൽ ഇന്നലെ 8 മണിക്ക് നടന്ന സംഭവമാണ് നമ്മൾ ലൈവ് എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്.
ഈ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ പല സാധനങ്ങളും കട്ട് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിൾ പറഞ്ഞുതരാം. മൾട്ടി ക്യാമറ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് വേറെ കാര്യം. നമ്മൾ നോമിനേഷൻ ഈ സീസൺ 6 മുതലാണ് ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നോമിനേഷൻ കഴിഞ്ഞിട്ട് എത്ര പേര് നോമിനേറ്റഡ് ആയി എന്ന് പറയത്തില്ല. ഇവർ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എത്ര പേര് നോമിനേഷനിൽ ഉണ്ട് എന്ന് ബിഗ് ബോസ് പറയുന്ന സാധനം എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അതെന്തിനാണ് കട്ട് ചെയ്യുന്നത്? എപ്പിസോഡിന് വ്യൂവർഷിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ആ സാധനം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പല സാധനങ്ങളും കട്ട് ചെയ്യുന്നുണ്ട്. ചില സാധനം കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില സാധനം മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലൈവിൽ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് മലയാളം ബിഗ് ബോസ് ആയാലും തമിഴ് ബിഗ് ബോസ് ആയാലും ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു മിനിറ്റിന്റെ പരസ്യം വരും. പ്രീമിയം ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ലൈവിന്റെ ഇടയിൽ ഒരു പരസ്യമുണ്ട്. 15 മിനിറ്റ് കൂടുമ്പം ഒരു പരസ്യം വരും. തന്നെയല്ലോ. അടുത്ത 15 മിനിറ്റ് കൂടുമ്പം ഒരു പരസ്യം വരും. ഓരോ പരസ്യവും 1 മിനിറ്റാണ്. അപ്പോൾ 1 മണിക്കൂറിൽ 4 പരസ്യം വരും. 1 മണിക്കൂറിൽ 4 പരസ്യം വരും. അതായത് 4 മിനിറ്റ് കട്ടാവും. 1 മണിക്കൂറിൽ 4 മിനിറ്റ് കട്ടാവും. രാവിലെ ഒരു 8 മണിക്ക് നമ്മൾ ലൈവ് കാണാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ചു. രാത്രി 8 മണി വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. മൊത്തം 12 മണിക്കൂർ. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ മൊത്തം 12 മണിക്കൂർ. ഈ ഓരോ മണിക്കൂറിലും 4 മിനിറ്റ് വെച്ച് കട്ട് ചെയ്യുന്ന സാധനം രാത്രി 8 മണിയാകുമ്പോൾ മൊത്തം 48 മിനിറ്റ് ആണ് പോകുന്നത്. 12 മണിക്കൂർ 48 മിനിറ്റ് കട്ട്. ഏതാണ്ട് 1 മണിക്കൂർ അടുപ്പിച്ച് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. നമ്മളത് അറിയുന്നുണ്ടോ? ഓരോ മിനിറ്റ് പോട്ടെ എന്ന് കരുതിയിരിക്കും. 12 മണിക്കൂർ ആകുമ്പോൾ 48 മിനിറ്റ് 3/4 മണിക്കൂറോളം ഇതിന് കട്ടായി പോവുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ വിചാരിക്കും അതെങ്ങനെ ശരിയാവും? കട്ടായി പോകുന്നെങ്കിലും രാവിലെ തന്നെ ഉച്ച തന്നെ വൈകിട്ട് തന്നെ. അല്ല, നിങ്ങൾ രാത്രി അർദ്ധരാത്രി എപ്പോഴെങ്കിലും ലൈവ് കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും രാത്രി ലൈവ് കാണുന്നത്. ഞാനൊക്കെ റിവ്യൂ ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളിരുന്ന് കാണും. രാത്രി നിങ്ങൾ ഇട്ടോക്ക്, ഒരു 10-11 മണിക്ക് ശേഷം ലൈവ് ഇട്ടോക്ക്. രാവിലെ 6 മണി വരെ ഒരൊറ്റ പരസ്യവും കാണൂല. സത്യോടാ, ഒരു പരസ്യവും കാണൂല. എന്താന്ന് പറയട്ടെ, ടൈം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടൈം ശരിയാവും. മനസ്സിലായോ? അതായത് പകല് മൊത്തം ഈ ഓരോ മിനിറ്റ് വീതം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ മണിക്കൂറിൽ ഓരോ 4 മിനിറ്റ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സമയം കുറഞ്ഞു വരും. അതായത് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 4 മണിയാകുമ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന 2 മണിയുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ 11:45 1 മണിയുടെ കാര്യമായിരിക്കും. അവർ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ക്ലോക്ക് ഒന്നുമില്ല, അവർക്ക് സമയമൊന്നും അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല സംഭവം. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ പരസ്യമൊന്നുമില്ല. പല തവണയും ലൈവ് കാണുന്ന പലരും കമന്റ് ചെയ്യുന്ന സാധനമാണ് റിപ്പീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതേ സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. ചില സമയങ്ങളിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന വേലയാണത്. അപ്പം ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ എഡിറ്റഡ് ആണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ഇനി നേരം ഈ രാത്രി മൊത്തം ഫുൾ കട്ട് ചെയ്യാതെ കാണിച്ച് നേരം വെളുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? വീണ്ടും ഈക്വൽ ആവും, ബാലൻസ് ആവും. അതാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അടുത്ത് എഡിറ്റിങ്ങിൽ ആൾക്കാരുണ്ട്. ഇത് ചെയ്യാനായിട്ട് എഡിറ്റിങ്ങിന് ആൾക്കാരുണ്ട്. എഡിറ്റിംഗ് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടെലികാസ്റ്റ് പോകണം എന്ന് അവർക്കൊരു ടീം, ഇവരുടെ ബിഗ് ബോസിന്റെ ടീമിൽ തന്നെ എന്ത് ടെലികാസ്റ്റിന് പോകണം, ഈ സാധനങ്ങളാണ് ടി വിയിൽ പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ട്. അത് മാത്രമേ സെലക്ട് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ ഇവർക്ക് പാർഷ്വാലിറ്റി ഉണ്ടാവോ ചില കണ്ടസ്റ്റൻസിനോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസിന്റെ ടീമും അവരും നമ്മളെ പോലെ തന്നെ പ്രേക്ഷകരാണ്, അവർ കാണുന്നവരാണ്. അവർക്കും പാർഷ്വാലിറ്റി കാണും. അവർക്കും ഇന്ന കണ്ടസ്റ്റൻസിനോട് ഇഷ്ടം കാണും, സ്നേഹം കാണും. കൂടുതലായിട്ട് അവർ ജയിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നും. എന്ത് സാധനം പുറത്ത് വിടണം എന്നത് പറഞ്ഞു കൊടുക്കുന്ന ടീമുണ്ട് അവിടെ. അതിനനുസരിച്ചാണ് ഇവർ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ടീമിനെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. ക്യാമറ നോക്കുന്ന ചേട്ടൻ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അവിടെ ഒരു ടീമുണ്ട് എന്ത് സാധനം പുറത്ത് പോകണം എന്നുള്ളത്. ഇനി അടുത്ത്, നമ്മൾ എത്ര നല്ലത് ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവ് മാത്രമേ പുറത്തു വരുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരവിടെ ചുമ്മാ നമ്മൾക്ക് കടക്കഥ പറഞ്ഞ് കളിക്കാമേ, നമുക്ക് ഡാൻസ് കളിക്കാമേ, പാട്ട് കാണാമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ഈ സാധനം കാണുമോ? ഇല്ല. അതേസമയം ഇവർ 4 ചീത്ത വിളിച്ചു നോക്കും, 4 വഴക്കൂടിയൊക്കെ തല്ലുകൂടിയൊക്കെ ഇത് ആൾക്കാർ കാണുമോ? കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ്സിനെക്കാളും നമ്മളിപ്പോൾ ഒരാളവിടെ ആഹാരം കഴിക്കാതിരിക്കണം, അവർക്ക് വാരി കൊടുക്കുന്നതെന്ന് ചിലപ്പോൾ കാണിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ വഴക്ക് കൂടുന്നതായിരിക്കും അവിടെ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വിടാനുള്ള ഔട്ട്ലൈൻ അവരുടെ കയ്യിലുണ്ട്. ആ ഔട്ട്ലൈൻ അനുസരിച്ച് നമ്മളിനി എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ കഥയ്ക്ക് മാച്ചായ സാധനമായിരിക്കും എന്ത് ചെയ്യുന്നത്? പുറത്ത് വരുന്നത്. അതിനി 24/7 ലൈവ് ആയാൽ പോലും നമ്മുടെ പോസിറ്റീവ്സിനെക്കാളും നെഗറ്റീവ്സ് കാണാനാണ് കൂടുതൽ ആൾക്കാരിരിക്കുന്നതും വ്യൂവർഷിപ്പ് കിട്ടുന്നതും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിടുന്നത്. അല്ലാതെ ഇപ്പോൾ 18 കണ്ടസ്റ്റൻസിനെ കയറി വിട്ടിട്ട് കണ്ടസ്റ്റൻസിനെ ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കാനായിട്ട് ഇപ്പോൾ എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചു വന്നിരിക്കട്ടെ എക്സാമ്പിൾ. അപ്പൊ അവിടെ പോകുന്നത് അവർ അൻസിഫിനെ നന്നാക്കാൻ വേണ്ടിയല്ല വിളിക്കുന്നത്, അവരുടെ ഷോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ എന്നെ വെച്ചവർക്ക് ലാഭം ഉണ്ടാക്കാം.
ഞാൻ എല്ലാ എഗ്രിമെന്റിലും ഒപ്പിട്ടിട്ടാണ് ഇവിടെ കയറുന്നത്. എൻ്റെ പോസിറ്റീവ് മാത്രമേ കാണിക്കാവൂ, ഞാൻ ചീത്ത വിളിക്കുന്ന കാണിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ അവിടെ പോകുന്നു. അപ്പൊ എൻ്റെ പോസിറ്റീവ്സ് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല അവർ എന്നെ ഷോയിലേക്ക് വരുന്നത്. അവർ കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു വീട് ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപയ്ക്ക് അവിടെയുള്ള സൗകര്യങ്ങളും ചെയ്ത് എല്ലാം ചെയ്ത് 18 പേരെ കയറ്റുന്നത് ഈ ഷോയുടെ പ്യുവർലി ലാഭത്തിന് വേണ്ടി തന്നെയാണ്. എത്രയൊക്കെ എന്റർടൈൻമെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ലാഭം തന്നെയല്ലേ വലുത്. അവർ നോക്കുന്ന ഇത് ബിഗ് ബോസ് ആയിട്ടോ, അയ്യോ ബിഗ് ബോസ് ഒരു തല്ല് കൂടുന്ന കാണാം, അങ്ങനെ ഇരിക്കുന്ന നമ്മളെ പോലെ ഒരു പറ്റ പ്രേക്ഷകരുണ്ട്. ബിഗ് ബോസ് വരുന്ന ടാസ്ക് കാണാം, തല്ലുടി കാണാം, അടി കാണാം, ബഹളം കാണാം, ഇനി 100 ദിവസം ജഗ പുക എന്ന് കരുതി നമ്മളിരിക്കുന്നു. നേരെ മറിച്ച് അവരോ ഈ 100 ദിവസം കൊണ്ട് നമുക്ക് കോടികൾ കൊയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നു. ഇതിപ്പോ സിനിമയുടെ കാര്യമായാലും സീരിയൽസിന്റെ കാര്യമായാലും റിയാലിറ്റി ഷോസിന്റെ കാര്യമായാലും ബിഗ് ബോസിന്റെ കേസായാലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏത് രീതിയിലാണോ നമ്മളെ ചിത്രീകരിക്കാൻ ആഗ്രഹം ആ രീതിയിൽ മാത്രമേ അവരുടെ കഥ പുറത്തേക്ക് വരത്തുള്ളൂ. സ്ക്രിപ്റ്റിലില്ലാത്ത സാധനം എന്ത് ചെയ്യും? ബിഗ് ബോസിന് സ്ക്രിപ്റ്റിലുള്ള സാധനം കറക്റ്റായിട്ട് പുറത്തു വിടാൻ ബിഗ് ബോസിന് നല്ലതുപോലെ അറിയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ പേഴ്സണൽ എന്താ പറയുക ഒരു ഫേവറിസം കാണിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഫേവറിസം കാണിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ടാസ്ക് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു കള്ളനും പോലീസിന്റെ ഒരു ടാസ്ക്. കള്ളൻ ഇങ്ങനെ ബിഗ് ബോസ് ഫോണൊക്കെ കൊടുക്കുമല്ലോ, ഫോൺ കൊടുത്തിട്ട് ഇയാളെ കൊല്ലുക, അയാളെ ഇങ്ങനെ ചെയ്യുക. ഒരു കള്ളൻ കാണും, അതിനകത്ത് ഒരു കള്ളന്റെ ഹെൽപ്പർ കാണും, പിന്നെ എന്ത് ചെയ്യും ഒരു പോലീസും കാണും. ചിലപ്പം ഇത് മൂന്നുമാണല്ലോ കാണുന്നത്. നമ്മൾ ഈ ലൈവ് കാണുന്ന സമയത്തായാലും എപ്പിസോഡ് കാണുന്ന സമയത്തായാലും നമ്മൾ ആരെ നോക്കും? നമ്മൾ നോക്കുന്നത് സ്വാഭാവികമായിട്ട് ആ കള്ളൻ എന്ത് ചെയ്യുന്നു, കള്ളൻ എവിടെ പോകുന്നു, അതുപോലെ തന്നെ പോലീസ് എന്ത് ചെയ്യുന്നു തന്നെയല്ലോ, കള്ളന്റെ ഹെൽപ്പർ എന്ത് ചെയ്യുന്നു. ഈ 3 പേരെ മാത്രമേ നമ്മൾ നോക്കുള്ളൂടാ. അതാണ് ബിഗ് ബോസിന്റെ ഒരു സംഭവം. അതാണ് നമ്മൾ അവരെ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അതാണ് നമ്മുടെ മൈൻഡ് കൂടി എങ്ങനെ. ബാക്കി ആ വീട്ടിൽ 16 പേരുണ്ടെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല. കള്ളൻ എന്ത് ചെയ്യുന്നു, പോലീസ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പർ എന്ത് ചെയ്യുന്നു, ഈ സാധനമേ നമ്മൾ നോക്കുള്ളൂ. അതാണ്. അപ്പം ആ വ്യക്തി ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ എന്നെയാണ് കള്ളനാക്കുന്നെങ്കിലും പോലീസ് ആക്കുന്നെങ്കിലും അല്ലെങ്കിൽ കള്ളനെ ഹെൽപ്പർ ആക്കുന്നെങ്കിലും ഞാൻ അന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ അന്നത്തെ ലൈവിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഞാൻ ഇനി എന്ത് പൊട്ടത്തരം ചെയ്താലും എന്ത് നല്ല ചെയ്ത് കഴിഞ്ഞാൽ എനിക്കന്ന് ഓട്ടം മറയലിന്റെ പൂരമായിരിക്കും. അതാണ് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇതുപോലെ എല്ലാ ടാസ്കും നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ചു നോക്ക്. ബിഗ് ബോസ് പേരെടുത്ത് എന്തെല്ലാം ടാസ്കുകൾ പറയുന്നോ അതെല്ലാം ഇതുപോലെയാണ്. അത് ഈ ഗെയിമിന് ഞാൻ ഇതിനെ തെറ്റ് പറയുന്നതല്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹിന്ദി തമിഴൊക്കെ കാണുന്നതുകൊണ്ട് എനിക്കറിയാം. മലയാളത്തിലാണ് ഇത്തിരിയെങ്കിലും അത് കുറവുള്ള. നിങ്ങൾക്ക് ഇനി എന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഹിന്ദിയും തമിഴ് എൻ്റെ പൊന്നെ കാണാതിരിക്കുന്നതിന് നല്ലത്. കാരണം രസമാണ് കാണാൻ. പക്ഷെ ഒരാഴ്ച ഔട്ടാക്കുന്നതൊക്കെ കാണുമ്പം നമ്മൾ തന്നെ ഇങ്ങനെ കിറങ്ങിയിരിക്കും. ആ ലെവലാണ്. പിന്നെ മേക്കേഴ്സിന് ഇതിനകത്ത് കളിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം മലയാളമാണ് അധികം. കാരണം മലയാളികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്തെങ്കിലും ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ചെന്നൈ കൊണ്ട് ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് തന്നെ ഇവിടുത്തെ ആളുകൾ ഉപദ്രവിക്കാതിരിക്കാനാണ്. ഇവിടെയൊക്കെയാണ് സെറ്റ് ഇട്ടിട്ടൊരു മോശം നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കത്തിക്കും കൂട്ടിയിട്ട് സെറ്റിനെ എല്ലാം കൂടി. അപ്പം അതുകൊണ്ട് ആണ് അവർ, ഞാൻ വെറുതെ പറഞ്ഞാണ്, അവിടെ കൊണ്ട് സെറ്റ് ഇട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് കൊണ്ട് അധികം സ്ക്രിപ്റ്റ് മലയാളത്തിൽ നടക്കൂല. ഹിന്ദിയിലൊക്കെ പോയി നോക്ക്, തോന്നുന്ന ആൾക്കാരെയൊക്കെ ഇറങ്ങും, കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നതിനൊക്കെ ഇജക്റ്റ് ആക്കും, തൊട്ടടുത്ത ദിവസം കയറ്റും. അതാണ് ഇപ്പം ഹിന്ദി ഇപ്പം ആ ലെവലായി. ഹിന്ദിയൊന്നും ആർക്കുമേ ഇപ്പം ഇഷ്ടമില്ല. പിന്നെ വോട്ടിംഗ് ലൈൻസ്, വോട്ടിംഗ് സത്യമാണോ അല്ലെങ്കിൽ അതിനകത്ത് ഫേക്ക് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കും. വോട്ടിങ്ങിൽ അത് ഏജൻസിയാണ് നോക്കുന്നത്. ഫേക്ക് ആണോ അല്ലേ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിശ്വസിക്കുന്ന വോട്ടിംഗ് ഇതുവരെയും ശരിയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഇവർക്ക് ബിഗ് ബോസിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വീക്കെൻഡ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ചാനൽ ഫേസിനെ സേവ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ അവസാനത്തെ പൊസിഷനിൽ വരികയാണെങ്കിൽ നോ എവിക്ഷൻ വെച്ച് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അത് അവരുടെ തന്നെ ഡിസിഷനാണ്. അത്രേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സീക്രട്ട് റൂം കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ. പിന്നെ അവരുടെ ലാഭത്തിനാണ് അവർ ഷോ ചെയ്യുന്നത്. ഓരോ ആൾക്കാരുടെ ഫേസ് ടി വിയിൽ കാണിക്കുമ്പോൾ സത്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സീരിയലായാലും സിനിമയുടെ കാര്യമല്ല, ഒരു സീരിയലിൽ ഇപ്പോൾ ഒരു കഥാപാത്രം ഉണ്ട്. ആ കഥാപാത്രത്തിനെ നമ്മൾ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പം ഇപ്പം ഞാനാണ് ആ കഥാപാത്രം, ഞാനൊരു ഏഷണി പറയുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പം എന്നെ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേക്കും എത്ര ആൾക്കാർ ചാനൽ മാറ്റുന്നു, എത്ര ആൾക്കാർ ചാനൽ കൂടുതലായി കാണുന്നു. എന്നെ കാണിക്കുന്നത് ഒരു 5 സെക്കൻഡ് ആയിക്കോട്ടെ, ഈ 5 സെക്കൻഡ് ആണെങ്കിലും എത്ര സമയം എന്നെ ആൾക്കാർ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം റേറ്റിംഗ് കിട്ടുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പോലും അവർക്ക് മനസ്സിലാക്കാം. നമ്മൾ സ്ക്രീനിൽ ഒരാളെ കാണിക്കുമ്പോൾ അത് എത്ര പേര് കൂടുതലായി കാണുന്നു, എത്ര പേര് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള മിഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം അതിന്റെ വ്യൂവർഷിപ്പ് എത്ര പെർസെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബിഗ് ബോസിന്റെ കേസിൽ നമുക്കറിയാം, ഇനി എത്രയൊക്കെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിൻ ഗബ്രി എന്ത് ചെയ്തു, ജാസ്മിൻ ഗബ്രി ഇത് കാണാൻ തന്നെയാണ് ആൾക്കാർ സീസൺ 6 കാണുന്നത്. സത്യം കണ്ടത്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്യപ്പെട്ടതും. ചിലപ്പോൾ അവരുടെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇവരിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം, വ്യൂവർഷിപ്പ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടിപ്പാ അവർ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ എന്താ, പിന്നെ ഈ പറയുന്ന പോലെ ലാഭം, പ്രോഫിറ്റ് ആണ് എല്ലാം. അതിനുവേണ്ടി കഥ പല രീതിയിലും മാറ്റും. വൈൽഡ് കാർഡ്സിനോട് എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞു വിടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വിടും. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഹിന്ദി ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലും മലയാളം ബിഗ് ബോസിലും അങ്ങനെ പറഞ്ഞു വിടാറുണ്ട്. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം കാണുക. വൈൽഡ് കാർഡ്സിനോട് നിങ്ങൾ പോയി അവർക്കെതിരെ നിൽക്കുക, നിങ്ങൾ പോയി ഇവർക്കെതിരെ നിൽക്കുക എന്ന് പറഞ്ഞ് തന്നെ വിടണം. ഞാൻ പറയുന്നത് അത് പറഞ്ഞു വിടണം. അവരെ ഇഷ്ടത്തിന് കളിക്കാനല്ല. വൈൽഡ് കാർഡ്സിനെ കയറ്റി വിടുമ്പോൾ എന്തിനാ പാതിന്ന് ആൾക്കാരെ കയറ്റി വിടുന്നത്? അടിപൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊട്ടണമെങ്കിൽ അവർ ഇവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, അറിയാന്നുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ബിഗ് ബോസിന്റെ കേസിനെ കുറിച്ച് പറയാനുള്ള. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്, അതിനൊരു കഥയുണ്ട്. ആ കഥയ്ക്കനുസരിച്ച് കൊണ്ടുപോകാൻ മേക്കേഴ്സ് നോക്കുന്നുണ്ട്. ഒരു 98% അതുപോലെ നടക്കും. പക്ഷെ ചില സമയത്ത് അവരുടെ കൈവിട്ട് പോകും. ചില സമയത്ത്, കാരണം ചില ക്ലിപ്പിങ്ങുകൾ അറിയാതെ പുറത്തു വിടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഈ ക്ലിപ്പ് പുറത്തു വിടാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിടുന്ന ക്ലിപ്പുകൾ ബിഗ് ബോസ് ആണ്. അതെന്ത് ചെയ്യും, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരും. വരുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യും, ആ സാധനത്തിനെ റിലേറ്റ് ചെയ്ത് ബാക്കി വരുന്നതെല്ലാം നോക്കി. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ സീസൺ 4 റോബിൻ രാധാകൃഷ്ണന്റെ നിമിഷയുടെയും ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ് ഒരു പാവ കൊടുക്കുന്ന സീനുണ്ടല്ലോ, ആ സീന് പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊരു കാരണവശാലും എന്തുകൊണ്ടാണ് ജാസ്മിനും റോബിനും തമ്മിൽ ഇത്രയും വലിയ ഒരു സംഘർഷം അതിനകത്ത് നടക്കുന്നത്? ഒരു പാവ നിമിഷ റോബിൻ രാധാകൃഷ്ണന്റെ കൊടുത്തിട്ട് റോബിൻ അത് തിരിച്ചു കൊടുത്തില്ല, അപ്പൊ ജാസ്മിൻ നീ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് റോബിനും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത്. ആ ഒരു ക്ലിപ്പ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് വല്ല മനസ്സിലാവുമായിരുന്നു. അപ്പൊ അത് പറഞ്ഞാൽ ചില സമയത്ത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ചില സമയത്ത് ചില ക്ലിപ്പിങ്ങുകൾ പുറത്തു വരുമ്പം ആ പാവയുടെ കേസ് ആ സീസണിന്റെ അവസാനം വരെയും പോയതാ. ചില ക്ലിപ്പ് പുറത്തു വരുമ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് അപ്പം കണ്ടില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, അത് കുത്തിപ്പൊങ്ങി കയറി വരും. അതുകൊണ്ട് തന്നെയാണ് പല സീസണിന്റെ വിന്നേഴ്സും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നമ്മൾ ആലോചിക്കുക, ഇവർ ടോപ്പ് 5 ഇവർ വിന്നറാ, ഇവർ റണ്ണറപ്പാ എന്ന് നമ്മൾ വിചാരിക്കുന്നതിന്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കയ്യിൽ ചില സമയത്ത് അവർക്ക് നല്ലൊരു ബെസ്റ്റ് ആളെ തന്നെ, അവരുടെ ഉദ്ദേശം പക്ഷേ ഒരു സൂപ്പർ ആളെ വിജയിപ്പിക്കാൻ തന്നെ ആയിരിക്കും കേട്ടോ, ഉറപ്പായിട്ടും അങ്ങനെയാണ്. പക്ഷെ ചില സമയത്ത് എന്താ പറയുക, പൊട്ടനും ചാട്ടാനും പ്രതീക്ഷിക്കാത്ത വഴക്കാളിയും ഒക്കെ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഒട്ടുമേ അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരാൾ കയറി ജയിച്ചേക്കാം. അവരുടെ കൈവിട്ട കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ കയറിപ്പോയേക്കാം. ഇതാണ് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത്. ഉഡായിപ്പൊന്നുമല്ല ഷോ, പക്ഷേ എവരി ഷോ ഹാസ് ആൻ ഔട്ട്ലൈൻ ആൻഡ് എ സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ ബിഗ് ബോസിനോട് പക്ഷേ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. നമുക്കവരെ നിയന്ത്രിക്കാൻ യാതൊരു രീതിയിലും പറ്റില്ല. ഇതാണ് ബിഗ് ബോസ്. ഞാൻ മനസ്സിലാക്കിയ ബിഗ് ബോസ് ഇതാണ്. അപ്പം എൻ്റെ വ്യൂവേഴ്സിലേക്ക് എനിക്കിത് ഷെയർ ചെയ്ത് തരണമെന്ന് തോന്നി. ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് കൺഫേംഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഓഡിഷൻ കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നല്ലത് കാണിക്കാനല്ല നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നത്. അവർക്ക് നിങ്ങളിൽ നിന്നും പുറത്ത് കാണിക്കുമ്പോൾ ജനസ്വീകാര്യത കിട്ടുമെന്ന് തോന്നുന്ന സാധനം എന്താണോ അതേ അവർ കാണിക്കൂ. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മൾ ആരായാലും അങ്ങനെ അവർ കാണിക്കുള്ളൂ. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് മസ്റ്റ് അടുത്ത് താഴെ കമൻറ്റ് ചെയ്യുക. ഓഡീഷൻസ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു. കൺഫർമേഷൻസ് പലർക്കും പോയിട്ടുണ്ട്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 1ലും 2ലൊക്കെ ഉള്ളവരെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ, ആവശ്യം വരും. പിന്നെന്തുവാ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. കോമണാസ് പ്രൊമോയൊക്കെ തന്നെ ഒരു ജൂൺ പകുതിയോടുകൂടി എത്തും എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ അപ്ഡേറ്റുകൾ അറിയുമ്പോൾ അറിയിക്കാം. കോമണാസ് പ്രൊമോ കൊണ്ട് ആരും നിരാശരാവണ്ട. ഞാൻ കാണുന്നുണ്ട് കുറേ പേര് പറയുന്നുണ്ട് കോമണാസ് പ്രൊമോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കുറേ പേര് പറയുന്നതും കേൾക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇല്ല, എഴുതി വെച്ചോ, കോമണാസ് പ്രൊമോ ഉണ്ട്. അതിൻ്റെ പ്രൊമോയുടെ ഷൂട്ട് കഴിഞ്ഞതാണ്. അത് വരും, ജൂൺ മിഡോട് കൂടി ആ സാധനം വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതിന് വരുന്നതിന് 2 ദിവസം മുന്നേ എന്തായാലും ഞാൻ വന്ന് പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസിനൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.